വെൽക്കം ടു മാം ഓഫ് 3 കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സോഫ്റ്റ് മോയിസ് ചോക്ലേറ്റ് നട്ട് കേക്കാണ്. ഒരു ബൗളിൽ തന്നെ മിക്സ് ചെയ്തുണ്ടാക്കാവുന്ന ഒരു ഈസി ചോക്ലേറ്റ് നട്ട് കേക്ക് റെസിപ്പിയാണിത്. അതിനായി പൊടികൾ ആദ്യം അരിച്ചെടുക്കണം. ബൗളിൽ അരിപ്പ വെച്ച ശേഷം 1 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഉപ്പ്, 1 നുള്ള്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 തവണ അരിച്ചെടുക്കണം. അതിനുശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതുപോലെ വിസ്ക് കൊണ്ട് ഒരു ഡിപ്രഷൻ ഉണ്ടാക്കി അതിൽ മുട്ടയൊന്ന് ഉടച്ചു കൊടുക്കാം. 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, 1/2 കപ്പ് ബട്ടർ മിൽക്ക്. ഇവിടെ 1/4 കപ്പ് തൈര് നന്നായി ഉടച്ച ശേഷം 1/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ് ബട്ടർ മിൽക്ക്. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് തിളച്ച വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ചെയ്ത് ചൂടോടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിലേക്ക് 1/2 കപ്പ് നട്ട്സ് ചെറിയ പീസാക്കി ചേർക്കുന്നു. നമുക്കിഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം. ഇവിടെ ബദാം, കാഷ്യൂ, വാൾനട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പർ അടിയിലും വശങ്ങളിലും വെച്ച് അതിൽ ബട്ടർ പുരട്ടിയ ശേഷം കേക്ക് മിക്സ് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ബേക്കിംഗ് ടിന്നിലെ എയർ ബബിൾസ് കളയാൻ വേണ്ടി 25 പ്രാവശ്യം ഞാനിവിടെ ടാപ്പ് ചെയ്യുന്നു. അതിലേക്ക് 1/4 കപ്പ് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നു. ഇത് ഓപ്ഷണലാണ്. ഇത് അവൻ 150 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 35-40 മിനിറ്റ് ബേക്ക് ചെയ്യണം. അവനിൽ തന്നെ ചെയ്യണമെന്നില്ല, അടുപ്പത്ത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. 40 മിനിറ്റ് ബേക്ക് ചെയ്ത് കേക്ക് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് മോയിസ് ചോക്ലേറ്റ് നട്ട് കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.